ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും സാദര നമസ്കാരം. എല്ലാവരെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ഒരു വീട്ടമ്മയുടെ കർത്തവ്യ കർമ്മത്തെക്കുറിച്ചായിരുന്നു. ഒരു കുടുംബത്ത് പെരുമാറേണ്ട രീതികളെക്കുറിച്ചായിരുന്നു. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ പാതിവൃത്യ ധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് സന്ധ്യാനാമ ജപത്തെക്കുറിച്ചാണ്. ഒരു ഹിന്ദു വീട് അത് പഞ്ചമഹാലയങ്ങൾ ചേരുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ദേവാലയമാകുന്ന നമ്മുടെ വീട്ടിൽ 2 സന്ധ്യകളിലും ആധ്യാത്മിക കർമ്മ പദ്ധതികൾ നടക്കണം. രാവിലെ ഒറ്റയ്ക്ക് പൂജാമുറിയിലോ നിലവിളക്കിന് മുമ്പിലോ ഇരുന്ന് സന്ധ്യനാമ ജപാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം. വൈകുന്നേരം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് നാമജപം നടത്തണം എന്നാണ് ആചാര്യമതം. അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമജപം നടത്തണം. നാമജപം നടത്തുമ്പോൾ രാമനാമം ജപിക്കണമെന്നാണ്. എന്താ രാമനാമത്തിൻ്റെ പ്രാധാന്യം? ഇത് രാമായണ മാസം കൂടിയാണ്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലെമ്പാടും കുടിൽ തൊട്ട് കൊട്ടാരം വരെ ആബാലവൃദ്ധൻ ജനങ്ങളിൽ രാമായണം പാരായണം ചെയ്യുന്നുണ്ട്, രാമനെ നെഞ്ചേറ്റുന്നുണ്ട്. എന്താ രാമായണത്തിൻ്റെ പ്രാധാന്യം? എന്താ രാമനാമത്തിൻ്റെ പ്രാധാന്യം? പലരും ചിന്തിക്കാറില്ല ഈ വിഷയത്തെക്കുറിച്ച്. വാൽമീകി രാമായണത്തിൽ തുടക്കത്തിൽ തന്നെ വാൽമീകി മുനി പറയുന്നുണ്ട് രാമനെക്കുറിച്ച്, രാമോ വിഗ്രഹവൻ ധർമ്മ, രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തി രൂപമാണെന്ന്. ധർമ്മം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ ധർമ്മത്തിന് ഒരു മൂർത്തി രൂപം കൈവന്നാൽ അത് ഭഗവാൻ ശ്രീരാമചന്ദ്ര പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ദേശീയ പുരുഷനായി നാം രാമനെ അംഗീകരിക്കുന്നത്. മര്യാദാ പുരുഷോത്തമനാണ്, ധർമ്മത്തിൻ്റെ മൂർത്തി രൂപമാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമം ജപിക്കുക എന്നത്, അഥവാ ഭഗവാനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ നെഞ്ചേറ്റുക എന്നാണ് സാരം. അവിടെ രാമനാമത്തിൻ്റെ പ്രാധാന്യം, രാമമന്ത്രത്തിൻ്റെ മഹിമ അതെത്ര വർണ്ണിച്ചാലും തീരുന്നതല്ല. ശ്രദ്ധിക്കേണ്ടത്, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസം ചെയ്യുന്ന സമയത്ത് വാൽമീകി മുനിയുടെ ആശ്രമത്തിൽ എത്തുമ്പോൾ വാൽമീകി മഹർഷി വന്ന് രാമനെ നമസ്കരിച്ച് ഭഗവാനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിത് ഞാനിടോ. ആനന്ദ ചിന്മയനായ ഭഗവാനെ, അങ്ങയുടെ നാമത്തിൻ്റെ മഹിമ കൊണ്ടാണ് ഞാൻ ബ്രഹ്മർഷിയായി മാറിയതെന്നാണ്. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിതു, രാമനാമത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലെത്തിയതെന്നാണ്. തീർന്നില്ല. രാമായണത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ ഒടുവിൽ സമ്പാതി എന്ന ഒരു പക്ഷിശ്രേഷ്ഠൻ, ജടായുവിൻ്റെ ജ്യേഷ്ഠനാണ്, സമ്പാതി പറയുന്നുണ്ട്, രാമനാമാമൃതത്തിന് സമാനമായി മാമകെ മാനസേ മറ്റു തോന്നിയില്ലഹോ. രാമനാമമാകുന്ന അമൃതിന് തുല്യമായി എൻ്റെ മനസ്സിൽ മറ്റൊന്നും തോന്നിയിട്ടേ ഇല്ല ഭഗവാനെ എന്നാണ്. ഇതാണ് രാമനാമത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ സംശയം കിടക്കുന്നു. അനേകം അഭീഷ്ടസിദ്ധി മന്ത്രങ്ങളൊക്കെ കിടക്കുമ്പോൾ രാമനാമത്തിന് എന്താ ഇത്ര പ്രാധാന്യം? രാമ 2 അക്ഷരങ്ങളേ ഉള്ളൂ. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. രാമായണം ഉമാമഹേശ്വര സംവാദമാണ്. പാർവതീദേവിയുടെ
ചോദ്യങ്ങൾക്ക് ഭഗവാൻ ശിവൻ മറുപടി പറഞ്ഞു കൊടുക്കുന്ന തലത്തിലാണ് രാമായണത്തിന്റെ പ്രതിപാദനം തന്നെ. അവിടെ പാർവതിയുടെ ചോദ്യം ഇതായിരുന്നു: കേനോപായേന ലഘൂന വിഷ്ണോർ നാമ സഹസ്രകം പഠ്യതേ പണ്ഡിതൈർ നിത്യം ശ്രോതുമിശ്ചാമ്യഹം പ്രഭോ. വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായി ഒരു മന്ത്രമുണ്ടെന്ന് അടിയൻ കേട്ടിട്ടുണ്ട്. ഭഗവാനെ, ഏതാണ് ആ മന്ത്രം? ഭഗവാൻ ശിവൻ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമത്തത്തുല്യം രാമനാമ വരാനനെ. വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായ മന്ത്രമാണ് രാമമന്ത്രം. എന്താണ്? അത്ര അത്ഭുതത്തോടു കൂടിയാണ് പാർവതി ദേവി ചോദിക്കുന്നത്. അതെന്താണ് ഭഗവാനെ രാമനാമത്തിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോഴാണ് ഭഗവാൻ ശിവൻ ആ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ മൂലമന്ത്രം അഥവാ ശിവന്റെ മൂലമന്ത്രം നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചാക്ഷരിയാണ്. ഏതു മന്ത്രത്തിലും ഒരു ബീജാക്ഷരമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ജീവൻ എങ്ങനെയാണോ അതുപോലെയാണ് മന്ത്രശരീരത്തിൽ ബീജാക്ഷരം. അവിടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടാൽ ശരീരം ജഡമായി തീരും എന്നതുപോലെ മന്ത്രശരീരത്തിൽ നിന്ന് ബീജാക്ഷരം നഷ്ടപ്പെട്ടാൽ, ഒഴിവാക്കിയാൽ ആ മന്ത്രത്തിന് ജപിക്കപ്പെടാനുള്ള അർഹത നഷ്ടപ്പെടും. അത് ജപിച്ചാൽ വിപരീത അർത്ഥവും വിപരീത ഫലവും ഉളവാക്കും. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, പഞ്ചാക്ഷരിയുടെ ബീജാക്ഷരമാണ് മകാരം. മ എന്ന അക്ഷരം. മകാരം നമ ശിവായ നമുക്കറിയാം. അതുകൊണ്ടാണ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ മകാരത്തിന് ഊന്നൽ കൊടുത്ത് ജപിക്കണമെന്നാണ് പറയുന്നത്. ഓം നമ ശിവായ. ഈ മകാരത്തിന്റെ പ്രത്യേകത, മകാരം ഒഴിവാക്കിയിട്ട് നമ ശിവായ എന്നൊന്ന് ജപിച്ചു നോക്കൂ. ന ശിവായ എന്ന് കിട്ടും. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം. ന ശിവായ എന്ന് പറഞ്ഞാൽ മംഗളത്തിന് കൊള്ളാത്തത് എന്നാണ് അർത്ഥം. അതുപോലെയാണ് അഷ്ടാക്ഷരി മന്ത്രം. വിഷ്ണുവിന്റെ മൂലമന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം. ഓം നമോ നാരായണായ. നാരായണ മന്ത്രത്തിലെ ബീജാക്ഷരമാണ് രകാരം. ര എന്ന അക്ഷരം. രകാരം ഒഴിവാക്കിയിട്ട് നാരായണായ എന്നൊന്ന് ജപിച്ചു നോക്കൂ. ന അയനായ എന്ന് കിട്ടും. അയനം എന്നാൽ മോക്ഷം. ന അയനായ എന്നാൽ മോക്ഷത്തിന് കൊള്ളാത്തത്, മോക്ഷത്തിന് അർഹമല്ലാത്തത് എന്ന വിപരീത അർത്ഥമാണ് കിട്ടുക. അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ബീജാക്ഷരമായ മകാരവും അഷ്ടാക്ഷരി മന്ത്രത്തിന്റെ ബീജാക്ഷരമായ രകാരവും ചേർത്ത് രത്നാകരൻ എന്ന കാട്ടാളന് സപ്തർഷികൾ ചൊല്ലിക്കൊടുത്ത് വ്യത്യസ്ത രൂപത്തിൽ നിത്യം മരമരത്യേവം ജപിക്കനേ. മര 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 എന്ന് ജപിക്കാൻ പറഞ്ഞു. അങ്ങനെ ജപിച്ച് 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 രത്നാകരൻ രാമമന്ത്രം സിദ്ധി ചെയ്തെടുത്തു. അതുകൊണ്ടാണ് ഭഗവാനോട് പറഞ്ഞത്, രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞതു. ഇതാണ് രാമമന്ത്രത്തിന്റെ പ്രാധാന്യം. നിത്യേന നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ ഇരുന്ന് നിത്യേന വീടുകളിൽ ഇരുന്ന് ജപിക്കുന്നത് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമപാദം ചേരുവാനായിരുന്നു. ഇവിടെയാണ് രാമമന്ത്രത്തിന്റെ പ്രാധാന്യം. അത് എത്ര പറഞ്ഞാലും തീരുന്നതല്ല. ഇവിടെ ഈ രാമമന്ത്രത്തിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് സന്ധ്യ നിലവിളക്കിനെക്കുറിച്ച്, നിലവിളക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടാവും. എല്ലാവർക്കും സാദര നമസ്കാരം.